രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതവത്സല ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. ഭാരത സംസ്കാരത്തെ ഏറെ സ്വാധീനിച്ച ഒരു ഗ്രന്ഥമാണ് രാമായണം. ഭാരതത്തിന് അകത്തും പുറത്തും ഇന്ന് രാമായണത്തിന് കൂടുതൽ സ്വാധീനമുണ്ട്. ഇന്തോനേഷ്യയിലെ രാമലീലയെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഓസ്ട്രേലിയയില് തുടങ്ങി പല രാജ്യങ്ങളിലും ഇപ്പോഴും രാമസ്വാധീനം കൂടുതലുണ്ട്. ഭാരതത്തിലാണെങ്കിൽ വാൽമീകി ഋഷിയാണ് രാമായണം രചിച്ചതെങ്കിലും ആ മൂലരാമായണത്തെ മനസ്സിലാക്കാൻ സാധാരണക്കാരന് പ്രയാസമായതുകൊണ്ട് നമ്മുടെ പൂർവികന്മാരായിട്ടുള്ള സജ്ജനങ്ങള് അവരുടെ തപസ്സിലൂടെ ഓരോ നാട്ടിലും അതാത് ഭാഷകളിൽ രാമായണം രചിക്കപ്പെട്ടു. കേരളീയരെ സംബന്ധിച്ച് ഒരുപാട് രാമായണങ്ങൾ പലരും രചിച്ചിട്ടുണ്ടെങ്കിലും എഴുത്തച്ഛൻ രചിച്ച അധ്യാത്മ രാമായണത്തിനാണ്, കിളിപ്പാട്ട് രൂപത്തിൽ രചിച്ച രാമായണത്തിനാണ് എല്ലാവരിലേക്കും സ്വാധീനം ചെലുത്താൻ സാധിച്ചത്. തമിഴ്നാട്ടിലേക്ക് തമിഴ് ഭാഷയിലാണെങ്കിൽ കമ്പര് രചിച്ച രാമായണം. അതുപോലെ നിങ്ങൾക്ക് ഓരോ നാട്ടിലും രാമായണം രചിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ പ്രസിദ്ധമായത് അതിലെല്ലാം ഒന്ന് കേരളത്തിലെ എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണവും, രണ്ട് തമിഴിലെ കമ്പരാമായണവും, മൂന്ന് ഉത്തരേന്ത്യയിൽ കൂടുതൽ പ്രചരിച്ചിരുന്ന അല്ലെങ്കിൽ ഇപ്പോഴും പ്രചരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന രാമചരിതമാനസ് തുളസീദാസ് എഴുതിയ കൃതിയുമാണ്. ആസാമി ഭാഷയിലുണ്ട്, ഒറീസി ഭാഷയിലുണ്ട്, ധാരാളം ഭാഷയിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. പ്രിയ, ഏതായാലും എന്തിനാണ് ഇവരൊക്കെ ഇത് രചിച്ചിരിക്കുന്നത്? അതാണല്ലോ മുഖ്യ വിഷയം. ചരിത്രത്തിന്റെ താളുകളിൽ അനേകം രാജാക്കന്മാരിവിടെ ഭരിച്ചു എന്നും അതിൽ സൂര്യവംശത്തിൽ ദശരഥപുത്രനായി രാമൻ അവതരിച്ചു എന്നും ആ ശ്രീരാമസ്വാമി ഏകപത്നി വ്രതം, പിതൃസ്നേഹം, മാതൃസ്നേഹം, സഹോദരി സ്നേഹം, അങ്ങനെയൊക്കെ കുറെ നന്മകൾ കാണിച്ച് ജീവിച്ച് ഒരു വ്യക്തിത്വം പോയെന്നും ആ ഒരു രാമൻ അവതാരമൂർത്തിയാണെന്നും ഭജിച്ചാൽ നമ്മൾ രക്ഷപ്പെടും എന്നും പറഞ്ഞ് ഒരു കഥ പറഞ്ഞ് നമ്മളെ ഒരു വിശ്വാസത്തിൽ കൊണ്ടെത്തിക്കലാണോ രാമായണത്തിന്റെ ലക്ഷ്യം? ആയിരിക്കുമോ? അങ്ങനെ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഒരു രാമൻ അവതരിച്ചു എന്നും ആ രാമൻ പോയെങ്കിലും നമ്മൾ രക്ഷപ്പെടാൻ ഇനി ആ രാമനെ ഭജിച്ചാൽ മതിയെന്നും പറഞ്ഞ ഒരു കഥ പറഞ്ഞുകൊണ്ട് പോവലായിരിക്കുമോ ഋഷിമാരുടെ ലക്ഷ്യം? അല്ല. കാലാകാലങ്ങളിൽ നമ്മുടെ പൂർവികന്മാര് അത്തരത്തിലുള്ള കഥകളൊക്കെ എഴുതിയത് ആ വ്യക്തിത്വങ്ങളിൽ നിന്നും ചിലത് നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ എങ്ങനെയാണ് നമ്മൾ പരിവർത്തനം ചെയ്യേണ്ടത്. ഇന്ന് നമ്മൾ കുറേയും കൂടിയും ആധുനിക യുഗത്തിൽ വസിക്കുന്നവരാണ്. അതുകൊണ്ട് രാമ എന്നുള്ള ശബ്ദത്തിന് ഇന്ന് നമ്മൾ വ്യാഖ്യാനം രചിക്കുമ്പോൾ ഇന്ന് പഴയതുപോലെ വ്യാഖ്യാനിച്ചാൽ ശരിയാവില്ല. ഇന്ന് കുറെ കൂടി മാനേജ്മെന്റ് യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇംഗ്ലീഷ് ഭാഷയ്ക്ക് കൂടുതൽ സ്വാധീനമുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് രാമ എന്നുള്ളതിന് ഇന്ന് വ്യാഖ്യാനം പറയുമ്പം രാമ ഈസ് ദ വൺ ഹു ഈസ് എ സക്സസ്ഫുൾ മാൻ, അല്ലെങ്കിൽ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ജീവിതത്തിൽ പൂർണ്ണ വിജയം കൈവരിച്ച ഒരാളാണ് ആര്? രാമൻ. ഇപ്പൊ ജീവിതം വിജയമാക്കി തീർക്കലാണ് രാമ എന്നുള്ള ശബ്ദം കൊണ്ട് പൂർവികർ അർത്ഥമാക്കിയത്. അപ്പൊ ഇവിടെ ഒരു ചോദ്യം നമ്മൾ ചോദിക്കണം. എന്ത്? ഒരു വ്യക്തിയുടെ ജീവിതം എപ്പോഴാണ് വിജയം നിറഞ്ഞ ജീവിതമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുക? അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ വിജയിക്കുന്നുണ്ടോ എന്നെപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? നമ്മുടെ ജീവിതം വിജയമുള്ള ജീവിതമാണോ?
അതോ നമുക്ക് തോന്നുന്നുണ്ടോ നമ്മളൊരു പരാജിതരാണോ ജീവിതത്തിൽ? അങ്ങനെ നമ്മുടെ ജീവിതത്തെ വിജയമുള്ളതാക്കി തീർക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടതുള്ളത്? ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോ രാമായണത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോ ഒരു വ്യക്തിയുടെ ജീവിതം വിജയമുള്ളതായി തീരണമെങ്കിൽ ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ടല്ലോ, തത്ര ശ്രീ വിജയം എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീ വിജയോ ഭൂതിർ. ഒരാളുടെ ജീവിതം വിജയമുള്ളതായി തീരണമെങ്കിൽ രാമായണത്തെ ആസ്പദിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ 4 കാര്യങ്ങൾ വേണം. ഒന്നാമത്തെ കാര്യം, വ്യക്തമായ ജീവിത ലക്ഷ്യം. താൻ എന്തിനാണ് ജീവിക്കുന്നതെന്ന ബോധം. ഈ ബോധമുണ്ടെങ്കിലേ അയാളുടെ ജീവിതത്തിൽ വിജയിക്കുകയുള്ളൂ. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ the one who live with the highest aim, highest goal in his life എന്നാണ്. ജീവിതത്തിൽ വ്യക്തമായൊരു എയിം ഉള്ള ഒരാള്, അയാളാണ് രാമൻ. ഒന്നാമത്തത്. രണ്ടാമത്തത്, അങ്ങനെ ഒരു വ്യക്തമായ ഒരു ലക്ഷ്യമുള്ള ഒരു വ്യക്തി, ആ വ്യക്തിക്ക് മാത്രമേ തന്റെ ജീവിതത്തിൽ എന്തെല്ലാം വ്യസനങ്ങള്, ബുദ്ധിമുട്ടുകള്, പ്രയാസങ്ങള്, പ്രതിബന്ധങ്ങള്, പ്രതിസന്ധികള്, പരീക്ഷണങ്ങൾ വരുന്നുണ്ടോ അതിനെ ഉൾക്കൊള്ളാനും അതിനെ തരണം ചെയ്യാനും സാധിക്കുകയും. ദ വൺ ഹൂ ക്യാൻ ആക്സെപ്റ്റ് ദ ഡിസപ്പോയിന്റ്മെന്റ് കറേജിയസ്ലി എന്നാണ്. ധീരതയോടെ തന്റെ ജീവിതത്തിലുണ്ടാകുന്ന ഡിസപ്പോയിന്റ്മെന്റുകളെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള കഴിവ്. ആൻഡ് ഹി ടേക്ക് ഇറ്റ് എസ് എ ചാലഞ്ച്. അവൻ അതിനെ ഒരു ചാലഞ്ചായി എടുത്തുകൊണ്ട് അതിനെ മറികടക്കുന്നു, തരണം ചെയ്യുന്നു പ്രിയ. അങ്ങനെയുള്ള ഒരാളാണ് സക്സസ്ഫുൾ മാൻ. ഒന്ന് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ, തന്റെ ജീവിതത്തിലുണ്ടാകുന്ന പ്രയാസങ്ങളെയും പ്രതിബന്ധങ്ങളെയും പരീക്ഷണങ്ങളെയും മറ്റും ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അതിനെയൊക്കെ സ്വീകരിച്ചുകൊണ്ട് അതിനെയൊക്കെ ആർക്കാണോ തരണം ചെയ്യാൻ, തന്റെ ഇടത്തോടെ ധീരതയോടെ തരണം ചെയ്യാൻ സാധിക്കുന്നത് അവനാണ് രാമൻ. രണ്ടാമത്തത്. ഇനി മൂന്നാമത്തത് രാമൻ എന്ന് പറഞ്ഞാൽ, ആരാണോ തന്റെ ജീവിതത്തിൽ മറ്റുള്ളവർ തനിക്കുണ്ടാക്കുന്ന വിഷമങ്ങളെയൊക്കെ തന്റെ ജീവിതത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി കണ്ടുകൊണ്ട് തളരാതെ പതറാതെ ജീവിതത്തെ ഉയർത്തുന്നത്, അവനാണ് രാമൻ. ഒന്ന് സ്വീകരിക്കലാണ്. രണ്ടാമത്തത് മറ്റുള്ളവരുണ്ടാക്കുന്ന സകല വിഷമങ്ങളെയും തന്റെ ജീവിതത്തിന്റെ തടസ്സമായി കണക്കാക്കാതെ അതിൽ നിന്നുകൊണ്ട് അയാള് ഉയരുന്നത്, അവരാണ് രാമൻ എന്ന് പറയുന്നത്. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ വൺ ഹൂ ലേ ദ ഫൗണ്ടേഷൻ ഓൺ ദ സ്റ്റോൺസ് അതേഴ്സ് ത്രോൺ അറ്റ് ഹിം എന്നുള്ളതാണ്. മറ്റുള്ളവർ തന്റെ നേരെ വലിച്ചെറിയുന്ന കല്ലുകളുടെ മുകളിലൊക്കെ വ്യക്തമായൊരു ഫൗണ്ടേഷൻ ഇട്ടുകൊണ്ട് മുകളിലേക്ക് ഉയരുന്നവര്. നാലാമത്തത്, മറ്റുള്ളവരുടെ മനസ്സിനെ പോലും കലക്ട് ചെയ്തുകൊണ്ട് അവരെയും വ്യക്തമായ ഒരു ലക്ഷ്യത്തിലേക്ക് നയിക്കാൻ സാധിക്കുന്നവനാരോ അവനാണ് രാമൻ എന്ന് പറയുന്നത്. ഒന്നുകൂടി ഞാൻ വ്യക്തമാക്കി പറഞ്ഞു തരാം. ഒന്നാമത്തത്, തന്റെ ജീവിതത്തിൽ വ്യക്തമായൊരു ലക്ഷ്യബോധമുള്ളവൻ, ആ ലക്ഷ്യബോധത്തിലേക്ക് ചലിക്കുന്നവൻ, സഞ്ചരിക്കുന്നവൻ. രണ്ടാമത്തത്, ജീവിതത്തിലെ ഏത് പ്രതിബന്ധങ്ങളെയും പ്രതിസന്ധികളെയും സ്വീകരിച്ചുകൊണ്ട് തരണം ചെയ്യുന്നവൻ. മൂന്നാമത്തത്, മറ്റുള്ളവർ തനിക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളെയൊക്കെ തന്റെ ജീവിതത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിലൊന്നും കുരുങ്ങി നിൽക്കാതെ തളരാതെ പതറാതെ ഉയരുന്നവൻ. നാലാമത്തത്, മറ്റുള്ള മനസ്സിനെ പോലും കലക്ട് ചെയ്തുകൊണ്ട് കൂട്ടിക്കൊണ്ട് ഒരു വ്യക്തമായ ലക്ഷ്യത്തിലേക്ക് അവരെയും നയിക്കുന്നവൻ. ഇതൊക്കെ ഉണ്ടെങ്കിൽ ആ വ്യക്തി ആരായി തീർന്നു?
രാമനായി തീർന്നു എന്ന് പറയാം. ഹീ ഈസ് ദ റിയൽ ലീഡർ എന്ന് പറയാം. ഇനി നിങ്ങൾ ചോദിക്കൂ, ഞാനൊരു സക്സസ്ഫുൾ മാൻ ആണോ എന്നുള്ളത്. നമ്മൾ സ്വയം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും നമ്മൾ സക്സസ്ഫുൾ ആണോ എന്നുള്ളത്. അപ്പൊ നമ്മൾ ഈ തരത്തിലേക്ക് ഉയരുമ്പോൾ നമ്മളും ആരായി കഴിഞ്ഞു? രാമനായി കഴിഞ്ഞു. അതാണ് രാമായണവും മറ്റുള്ള സാഹിത്യകൃതികളിൽ നിന്നും വ്യത്യാസപ്പെടുന്നത്. ഇന്നത്തെ ലേറ്റസ്റ്റ് കുട്ടികളുടെ ബുക്കുണ്ടല്ലോ, എന്ത് ഹാരി പോട്ടർ, അത് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ വായിക്കാൻ തോന്നാത്തതിന്റെ കാരണം അതാണ്. രാമായണത്തില് ചോദ്യം തന്നെ ഇതാണ്. വാൽമീകി മഹർഷി ചോദിക്കുന്നത്, കോന്നോസ്മിൻ സാമ്പ്രതം ലോകേ ഗുണവാൻ കശ്ച വീര്യവാൻ. പിന്നെ നിങ്ങളുടെ ഗുണങ്ങളുടെ ഒരു പട്ടിക തന്നെ നിരത്തുകയാണ്. ധർമ്മജ്ഞശ്ച കൃതജ്ഞശ്ച സത്യവാക് ദൃഢവാക് മുനി ദൃഢവാക്. ഇങ്ങനെയൊക്കെ ചോദിക്കുകയാണ്. ആരാണ് സർവഗുണങ്ങളും ഒത്തിണങ്ങിയ ഒരു വ്യക്തി ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോഴാണ് നാരദ മഹർഷി ഉത്തരം പറയുന്നത്, അങ്ങനെയുള്ള ഒരു വ്യക്തിത്വമാണ് ആര്? രാമൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് രാമനെ നമ്മളൊക്കെ എന്ത് ചെയ്യുന്നത്? ആരാധിക്കുന്നത്. അപ്പൊ നമ്മുടെ കുടുംബം അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാർക്ക് നമ്മളോടൊരു ആദരവ് വരണമെങ്കിൽ നമ്മളിൽ ഈ ഗുണങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. ഏത് ഗുണങ്ങള്? രാമനിലുള്ള മുഴുവൻ ഗുണങ്ങളും നമുക്ക് വേണമെന്നില്ല, കാരണം പ്രയാസാണത്. 46ഓളം ഗുണങ്ങളുണ്ട് രാമന്. ആ ഗുണങ്ങളുണ്ടെങ്കിൽ പിന്നെ ഞാനും നിങ്ങൾ ഇവിടെ ഇരിക്കില്ല, ഉണ്ടോ? സാധ്യല്ല. ഈ 4 കാര്യങ്ങളെങ്കിലും നമുക്ക് അഭ്യസിക്കാലോ. ഏത് 4 കാര്യം? ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ വ്യക്തമായൊരു ലക്ഷ്യബോധമുണ്ടോ? എങ്ങോട്ടാണ് നമ്മൾ ജീവിതത്തെ കൊണ്ടുപോകുന്നത്? രണ്ടാമത്തത്, ഏത് പ്രതിബന്ധങ്ങൾ വന്നാലും അതിനെ സ്വീകരിക്കാൻ, അതിനെ തരണം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അതുപോലെ ആര് നമ്മളെ വേദനിപ്പിച്ചാലും തളരാതെ പതറാതെ നമുക്ക് നമ്മളെ ഉയർത്താൻ സാധിക്കുന്നുണ്ടോ? അതുപോലെ നമുക്ക് നമ്മളുമായി ബന്ധപ്പെട്ടവരെയെങ്കിലും നാം മനസ്സിലാക്കിയ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്ത് നമുക്ക് വ്യക്തമായൊരു ബോധത്തിലേക്ക് നയിക്കാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നമ്മളൊക്കെ ധന്യരായി എന്ന് പറയാൻ. കുട്ടിക്കാലം മുതലേ മനുഷ്യൻ ജിജ്ഞാസുവാണ്. പ്രകൃതിയിൽ എല്ലാ ജീവജാലങ്ങളും ജിജ്ഞാസുക്കളാണ്. പക്ഷികളും ജിജ്ഞാസുക്കളാണ്, പട്ടികളും ജിജ്ഞാസുക്കളാണ്, എല്ലാം ജിജ്ഞാസുക്കളാണ്, ഇല്ലേ? അവരുടേതായ തലത്തിൽ അവർക്കും പലതും അറിയാനുള്ള ഒരു ആഗ്രഹമുണ്ട്. മനുഷ്യന്റെ ജിജ്ഞാസയ്ക്കൊരു പ്രത്യേകതയുണ്ട്. അവന്റെ ജിജ്ഞാസ പ്രകൃതിയിലേക്കും വ്യാപരിപ്പിക്കാം, അവനിലേക്കും വ്യാപരിപ്പിക്കാം. ജീവജാലങ്ങൾക്കെല്ലാം പ്രകൃതി നിശ്ചയിച്ച ഒരു ചട്ടക്കൂടിൽ നിന്ന് മാത്രമേ ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം പ്രകൃതി കൊടുത്തിട്ടുള്ളൂ. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യന് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് എന്ത് ചിന്തിക്കുവാനും എന്ത് പറയുവാനും എന്ത് പ്രവർത്തിക്കാനുമുള്ള ഒരു സ്വാതന്ത്ര്യം പ്രകൃതി മനുഷ്യന് തന്നിട്ടുണ്ട്. പ്രകൃതി ജീവജാലങ്ങളുടെ കാര്യത്തിൽ വരച്ച ഒരു വര ആരുടെ കാര്യത്തിൽ വരച്ചിട്ടില്ല? മനുഷ്യന്റെ കാര്യത്തിൽ വരച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു ഈ പ്രകൃതി ദേവി മനുഷ്യന്റെ കാര്യത്തിൽ ഒരു കാര്യം ചെയ്തു. ചില പറമ്പിലേക്ക് കൊണ്ടല്ലോ, നമ്മൾ മതിൽ കെട്ടിയ പറമ്പിലേക്ക് പശുക്കളെ അങ്ങോട്ട് കരയൊഴിച്ചു വിട്ടിട്ട് അതിന്റെ ഉടമസ്ഥൻ മാറി നിൽക്കുന്നത്, അതുപോലെ പ്രകൃതി ദേവി നമ്മളെ ഈ ഭൂമിയാകുന്ന ഈ പറമ്പിലേക്ക് കഴിച്ചു വിട്ടിട്ട് ഭൂമി ദേവി അല്ലെങ്കിൽ പ്രകൃതി ദേവി അങ്ങോട്ട് മാറി നിന്നു. എന്നിട്ട് മേഞ്ഞടാന്ന് പറഞ്ഞു. നമ്മള് പ്രകൃതി ദേവി എന്ത് മേയാനാണോ നമ്മളെ ഏൽപ്പിച്ചത് അത് മേയാതെ ബാക്കിയെല്ലാം മേയാൻ തുടങ്ങി. ഒരു കഴുതയുടെ മുന്നിൽ കുറച്ച് പച്ചവെള്ളവും കുറച്ച് മദ്യവും കൊണ്ടുവച്ചാൽ കഴുതയ്ക്ക് വല്ല കൺഫ്യൂഷനും ഉണ്ടോ? കഴുത ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുമോ, കൺഫ്യൂഷൻ തീർക്കണമേ ഗുരുവായൂരപ്പ എന്ന്? ഇതിലിപ്പോ ഏതാ കുടിക്കേണ്ടത് എന്നുള്ളത് ഉണ്ടോ? ഒരു പശുവിന്റെ മുന്നിൽ നമ്മൾ നല്ല വെള്ളവും കുറച്ച് മദ്യവും കൊണ്ടുവച്ചാൽ പശുവിന് വല്ല കൺഫ്യൂഷനും ഉണ്ടോ? ഇല്ല. എന്നാ മനുഷ്യനാണെങ്കിലോ ഇന്നത്തെ നിങ്ങളുടെ കോളേജിൽ പഠിക്കുന്ന മകന്റെ മുന്നിൽ ലേശം കള്ളും കുറച്ച് വെള്ളവും കൊണ്ടുവച്ചു കഴിഞ്ഞാൽ അമ്മയും അച്ഛനും അടുത്തുണ്ടോ നോക്കും. അവൻ ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോ കള്ള് അവൻ കുടിച്ചു എന്ന് വരും, ഇല്ലേ? അതാണ് മനുഷ്യന്റെ വ്യത്യാസം എന്ന് പറയുന്നത്.
അപ്പോ ഇവിടെ മനുഷ്യന് ചിന്തിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. പ്രകൃതിയില് സ്വാതന്ത്ര്യമുള്ള ഒരു ജീവിയാണ് ആര്? മനുഷ്യൻ. അതാണ് മനുഷ്യന് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. പക്ഷേ ഈ അനുഗ്രഹത്തെ മനുഷ്യൻ അങ്ങോട്ട് ദുരുപയോഗം ചെയ്തപ്പോ മനുഷ്യൻ എന്ത് ചെയ്തു? തന്റെ കഴിവും സാമർത്ഥ്യവും കൊണ്ട് പ്രകൃതിയെയും ചുറ്റുപാടിനെയും നിലനിർത്തിക്കൊണ്ട് പോകുന്നതിന് പകരം പ്രകൃതിയെയും ചുറ്റുപാടിനെയും നശിപ്പിച്ചുകൊണ്ട് തന്റെ സ്വാർത്ഥമായ നിലനിൽപ്പിന് വേണ്ടി അവൻ തന്റെ സ്വാതന്ത്ര്യത്തെ ദുരുപയോഗപ്പെടുത്തിയപ്പോ പ്രകൃതിയുടെ താളം തെറ്റി എന്ന് പറയാം. ശരിയാണോ അല്ലയോ? ചിന്തിക്കൂ. ഈ സ്വാതന്ത്ര്യം ദുരുപയോഗപ്പെടുത്താതെ അത് തന്റെയും മറ്റുള്ളവരുടെയും പ്രകൃതിയുടെയും നന്മയ്ക്ക് പ്രയോജനപ്പെടുത്തി എല്ലാവരുടെയും നിലനിൽപ്പ് സുസ്ഥിരമാക്കി ഐക്യത്തോടെ, സ്നേഹത്തോടെ, സഹകരണത്തോടെ, ഒത്തൊരുമയോടെ, സാഹോദര്യത്തോടെ ഇങ്ങനെ ജീവിക്കാൻ പറ്റുന്ന ഒരു ചുറ്റുപാട് അവൻ ഉണ്ടാക്കി തീർക്കുകയാണെങ്കിൽ ആ ജീവിതമായിരിക്കും സന്തോഷത്തിന്റെയും സംതൃപ്തിയുടെയും സമാധാനത്തിന്റെയും ജീവിതം. അപ്പൊ അങ്ങനെ ഒരു ജീവിതം അവന് നയിക്കണമെങ്കിൽ അതിനവന് ചിലതെല്ലാം എന്ത് ചെയ്യണം? കാണിച്ചു കൊടുക്കണം. അവന്റെ ചിന്താധാരയെ, അവന്റെ ചിന്താ സ്വാതന്ത്ര്യത്തെ ഏതു വഴിക്ക് നയിച്ചാലാണ് അത് തനിക്കും മറ്റുള്ളവർക്കും പ്രയോജനപ്പെടുക എന്നുള്ള കാര്യം വ്യക്തമായി കുട്ടിക്കാലത്തെ മനസ്സിലാക്കിയാൽ അവന് കിട്ടിയിരിക്കുന്ന സ്വാതന്ത്ര്യം അവനൊരിക്കലും ദുരുപയോഗം ചെയ്യില്ല. അവന്റെ ഊർജത്തെ അവൻ നശിപ്പിക്കില്ല. ഇന്ന് എനിക്ക് തോന്നുന്നു കുട്ടിക്കാലത്തെ അങ്ങനെ വ്യക്തമായൊരു ബോധമില്ലാത്തത് കൊണ്ടായിരിക്കാം തന്റെ അറിവും കഴിവും ദുരുപയോഗം ചെയ്ത് അവസാനം അവനവനെയും മറ്റുള്ളവരെയും നശിപ്പിക്കുന്ന ജീവിതത്തിലേക്ക് മനുഷ്യൻ വഴിതെറ്റിയത്. മനസ്സിലായില്ലേ? ഇവിടെയാണ് രാമായണം പറയുന്നത് വ്യക്തമായൊരു എന്ത് വേണം? ലക്ഷ്യബോധം വേണം. എന്താണ് എന്റെ ജീവിതത്തിന്റെ യഥാർത്ഥമായൊരു ലക്ഷ്യം?